ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം ടോട്ടൽ സകലമാന വൃത്തികേടുകളുടെയും കൂമ്പാരമാണ് സുഹൃത്തെ. എന്ത് ചെയ്യാനാ? അപ്പം ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സഭ്യമായി പറഞ്ഞൂടെ, നിങ്ങൾക്ക് കുറച്ച് നല്ല രൂപത്തിൽ ചെയ്തൂടെ എന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നാര സുഹൃത്തെ, ഇത് ഖുർആനും ഹദീസും അല്ലേ പറയുന്നത്. ഖുർആനും ഹദീസും പറയുമ്പോഴത്തേക്കിന് അത് കുറച്ച് മാന്യമായി പറയൂ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, എത്ര വൃത്തികേടാണെങ്കിലും ആ വൃത്തികേടും, അതായത് നെറികേട് ചെയ്താലും വൃത്തികേട് ചെയ്താലും വൃത്തിയായിട്ട് ചെയ്യണം എന്ന് പറയുന്നത് പോലെയാണ്. എന്നാലും സഭ്യതയുടെ സീമകളൊക്കെ ലംഘിക്കാതെ പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നെ കൊണ്ട് ഇത്രയൊക്കെ അല്ലേ പറ്റുള്ളൂ. അപ്പം എന്നാൽ പിന്നെ കാര്യം ചെയ്യട്ടെ, ഇനി വൃത്തികേടുകൾ നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് അങ്ങോട്ട് പറ, നമുക്ക് കേൾക്കാം. ഒരു സമൂഹത്തിൽ, ലോകത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഈ നുണ പറയാമെന്ന് പഠിപ്പിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ഇസ്ലാമിന്റെ പ്രവാചകൻ പറയാണ് നുണ പറയാം, കള്ളം പറയാമെന്ന്. ഇതാകുന്നല്ല, ഇസ്ലാമിന്റെ പ്രവാചകൻ മുന്നോട്ട് കൊണ്ടുവന്ന ഈ ഖുറൈശി ദേവനായ അള്ളാഹ് ഉണ്ടല്ലോ, അള്ളാഹ് മിടുക്കൻ. അള്ളാഹ് കള്ളം പറയുന്നവനും തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് സമൂഹത്തെ ആക്രമിക്കുന്ന കുതന്ത്രങ്ങൾ ഉണ്ടാക്കി നാടിനെ നശിപ്പിക്കുന്ന 623 കാണുന്നത് അതേ പ്രകാരം തന്നെ ഓരോ നാട്ടിലും കുതന്ത്രങ്ങൾ ഉണ്ടാക്കുവാൻ അവിടുത്തെ ആളുകളുടെ തലമുറത്തിയിട്ടുണ്ട്. മനസ്സിലായി? എന്നാൽ അവർ കുതന്ത്രം പ്രയോഗിക്കുമ്പോൾ അള്ളാഹു അവർക്കെതിരെ അവരെ നാടിനെ നശിപ്പിക്കുകയും ചെയ്യും. മനസ്സിലായോ? അതായത് ഒരു നാടിനെ നശിപ്പിക്കണമെന്ന് അള്ളാഹ്ക്ക് തോന്നിയാൽ ആ നാട്ടിൽ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുവാൻ ആളുകളെ ചുമതലപ്പെടുത്തുകയും അവർ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുകയും അത് നിമിത്തം അള്ളാഹു ആ നാടിനെ നശിപ്പിക്കാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഈ അള്ളാഹുടെ ഈ ആയത്താണ് അഡോൾഫ് ഹിറ്റ്ലർ കടമെടുത്തത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് കടമെടുത്താണ് ഹിറ്റ്ലർ 2ാം ലോക മഹായുദ്ധത്തിന് തിരികൊടുത്തത്. കാരണം ഈ അറബിയിൽ നിന്നും ഖുർആൻ മിഷണറിമാരാണ് വിവർത്തനം ചെയ്തത്. ഹിറ്റ്ലർ വായിച്ചിട്ടുണ്ട്. ഹിറ്റ്ലർ എങ്ങനെ ചെയ്തത്? 2ാം ലോക മഹായുദ്ധത്തിന് തിരികൊടുത്ത എങ്ങനെ? പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ടാണ് ഹിറ്റ്ലർ ഈ 2ാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ടത്. അതിന് കാരണം ഈ ജർമ്മൻ പട്ടാളക്കാരുടെ പോളിഷ് പട്ടാളക്കാരുടെ യൂണിഫോം അണിയിച്ചുകൊണ്ട് ഈ ജർമ്മന്റെ അതിർത്തി കാണിച്ചത്. സ്വന്തം മിലിറ്ററിക്കാരെ കൊണ്ട് ഈ പോളിഷ് പട്ടാളക്കാരുടെ യൂണിഫോം ധരിപ്പിച്ചുകൊണ്ട് ജർമ്മനി ആക്രമിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ഹിറ്റ്ലർ പറഞ്ഞു, പോളണ്ടിന്റെ ഇത്തരം ഹീനമായ പ്രവൃത്തി നിമിത്തം ജർമ്മൻ ക്ഷമ നശിച്ചിരിക്കുന്നു, ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ട് ഈ 2ാം ലോക മഹായുദ്ധത്തിന് തുടക്കമിടുന്നത്. മനസ്സിലായോ? ഇതെവിടുന്ന് കിട്ടിയതാ? അതായത് ജർമ്മനി സ്വന്തം രാജ്യത്തെ പട്ടാളക്കാരെ കൊണ്ടാണ് കുതന്ത്രങ്ങൾ ഉണ്ടാക്കിക്കുന്നതെങ്കിൽ അള്ളാഹു ഓരോ രാജ്യത്തെയും ആളുകളെ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് നിയമിച്ചു വെച്ചിരിക്കുന്നത്. വ്യത്യാസം കണ്ടോ? അപ്പൊ ഇതിനകത്തുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടക്കത്തില്ല. നുണ പറയാൻ, കുതന്ത്രങ്ങൾ ഉണ്ടാക്കാൻ, ഇതെല്ലാം അതുകൊണ്ടാണ് നമ്മുടെ ഇസ്രായേലിനെ പറയുന്നത് ഇവരുടെ അള്ളാഹു ഖുറൈശി ദേവതന്നെ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്നവരും നുണ പറയുന്നവരും. ഞാൻ നിരവധി ആയത്തുകൾ വായിച്ചേൽപ്പിക്കാം. ഇതിവിടെ കാട്ടുജാതിയുടെ ഇടയിൽ പോലും ഇത്തരത്തിലുള്ള പ്രമാണങ്ങളിൽ നമുക്ക് പോയി ഈ നുണ പറയുന്നതിന് അവർ അറപ്പോടും വെറുപ്പോടും കൂടിയാണ് കാണുന്നത്. വ്യഭിചാരത്തെ അവർ വെറുപ്പോടും അറപ്പോടും കൂടിയാണ് കാണുന്നത്. വ്യഭിചരിക്കാവുന്ന പ്രമാണമുണ്ട്, വ്യഭിചരിക്കാവുന്ന ആയത്തുണ്ട്, വ്യഭിചരിക്കാവുന്ന ഹദീസുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എത്ര പാട് ഞാൻ ഇട്ടുതരാം. അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെല്ലാം പ്രമാണമുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. സത്യസന്ധമായ ഒരു മതമാണെങ്കിൽ ഇതൊന്നും അനുവദനീയമല്ലല്ലോ. സത്യത്തിന്റെ പൊടി പോലും അതാ എന്റെ വസ്തുത. ഓക്കെ, താങ്ക് യു. ഞാൻ പറയുന്നത് കേട്ടായിരുന്നു? കേട്ടു പാസ്റ്റർ, കേട്ടു. നമ്മുടെ ജാമിദ ടീച്ചർ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് വെല്ലടി വെല്ലം കേട്ടായിരുന്നു. 41 കോണ് കേട്ടോ, 41 കോണ് എനിക്ക്. ഇപ്പൊ 43ാമത്തെ ഒരുത്തൻ വിളിച്ചോണ്ടിരിക്കുക.
സത്യബ്രദർ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ജാമിത ടീച്ചർ വന്നിട്ടുണ്ട്. വേറെ എല്ലാവരും ഭാഷ വിളിച്ചാ കാട്ടുകോഴിയാണോ? ബറോസ് ബ്രദറെ സംസാരിച്ചോണ്ടിരിക്കുവായിരിക്കും. അല്ല, ബറോസ് ബ്രദറെ 41 മിസ്കോളെ കാട്ടുകോഴിയാണ്. അതെ അല്ല, സാധാരണ കോഡ് 46 മിസ്കോൾ തന്നെ വിടും. അപ്പോഴെല്ലാം ഇതാ പരിപാടി. എടാ നട്ടലുണ്ടെങ്കിൽ ആശയത്തിന് സംവാദത്തിന് വാ. കേട്ടോ അതേ കേട്ടോ കേട്ടോ അതേ നോക്കൂ. ഞാൻ പറയാം നമ്പർ 88 91 28 81 33. പറഞ്ഞ 88 88 91 ഒരു മിനിറ്റ് 88 91 78 81 33. ഇന്ത്യൻ ഒന്നും കൂടെ ഉണ്ട് പറയാം. അല്ല, ഇന്ത്യൻ നമ്പർ ആണോ അതോ ഖത്തറാണോ? ഇന്ത്യൻ നമ്പർ. 999 ഒരെണ്ണം കൂടെ ഉണ്ട്. 999 53 38 366. ഈ രണ്ട് തമ്മിലുള്ള 47 കോളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇത്ര സംസാരത്തിൽ കൂട്ടുന്നത് ഈ അള്ളാഹുവിന്റെ കോഴ്സിനെ വിളിച്ച ഈ മാന്യൻ ആരായാലും ഹീരുവാണ്. ഹീരു ഇത് കോഴി തന്നെ, വേറെ ഈ കാട്ടായം ക്ലബ് ഹൗസിൽ ഒറ്റ ഇരുത്താൻ കാണിക്കുള്ളൂ കോഴി. കോഴി അവനതാ ഈ ആശയപരമായിട്ട് അവന് മറുപടി പറയാൻ ഇല്ലാത്തോണ്ട് അവൻ ചെയ്യുന്ന മറുപടി പറയാൻ നേരത്ത് കോള് വിളിച്ചോണ്ടി നമ്മൾ. അപ്പൊ ഇവന്റെ വിചാരം എന്താ, കോള് വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് പറയാതിരിക്കുമല്ലോ. എടാ പൊട്ടങ്കടി, ഈ ഇതിന്റെ അകത്ത് ഡു നോട്ട് ഡിസ്റ്റർബ് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ നിന്റെ കോൾ അറിയ പോലുമില്ല. അതെന്നാ നീ മനസ്സിലാകാത്ത? എടാ ഇസ്ലാമിന്റെ കാലമൊക്കെ കഴിഞ്ഞടേ. ഈ പൊട്ടങ്കടിയുടെ വിചാരം അതാ. എന്റെ പൊന്ന ബറോസ് ബ്രദറെ, ഈ ഖത്തറിലൊക്കെ പോയിട്ടുണ്ടെന്നല്ലാതെ ഇവന്റെ ഈ പറയുന്ന വിദ്യാഭ്യാസം വല്ലതും. കുറെ നാട് നാട്ടിൽ 10ഉം തോറ്റ് അല്ലെങ്കിൽ 8ഉം തോറ്റ് മത്തിക്കച്ചവടമായിട്ട് നടക്കുന്നവന്മാരാണ് കണ്ട മൊബൈലിന്റെ സ്ക്രീൻ മാറ്റാൻ പഠിച്ചിട്ട് നേരെ ഖത്തറിൽ പോയിട്ട് അവിടെ പണിയെടുക്കുന്നത്. വലിയ ഇതിങ്ങനെ കൂടുവാണെങ്കിൽ ഒരു കാര്യമുണ്ട്. ഈ മോനെ നീ ഇത് ചെയ്യാനാണ് പരിപാടിയെങ്കിൽ സൈ ഇട്ട് കഴിഞ്ഞാൽ കേസ് കൊടുത്ത നീ അകത്താട്ടോ ഉള്ള കാര്യം പറഞ്ഞേക്കുക. പിന്നെ ഈ നാണമില്ലാത്തവനെ പിന്നെ അത് പറഞ്ഞിട്ട് കേസ് ബുക്കാറൊക്കെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, നാണമില്ലാത്തവനെ ചുമന്ന നാട് മുഴുവൻ നാറെന്ന് പറഞ്ഞ പോലെ. എന്റെ ബറോസ് ബ്രദറെ, ഇവൻ ഈ കോഴി ഇത്തവണ ഇവൻ നാട്ടിൽ പോയിട്ട് അവന്റെ നാട്ടിലുള്ള ഒരു നിർമ്മല ഹോസ്പിറ്റലുണ്ട്. ഇവൻ അവിടെ നിർമ്മല ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഒരു ബൈബിള് വെച്ചിട്ടുണ്ട്. ആ ബൈബിളിനകത്ത് അവൻ ഉത്തമഗീതം എടുത്ത്, അവൻ വീഡിയോ എടുത്തിട്ടാണ് അത് ചെയ്തത്. അവൻ ഉത്തമഗീതം എടുത്ത് വായിച്ചിട്ട് അവൻ പറയാണ് ഒരു ഹോസ്പിറ്റലിൽ വായിക്കാൻ പറ്റുന്ന പുസ്തകമാണോ ഈ വെച്ചേക്കുന്നത്. നാണംകെട്ട പറയുന്നില്ല അവന്. എനിക്കാണെങ്കിൽ ചൊറിഞ്ഞു വരുന്നത്. ഞായറാഴ്ച സാറുമാരെ, നമുക്ക് ഈ അള്ളാഹുവിന്റെ ഈ നുണ പറയാൻ ആയിത്തിറങ്ങിയതും മുഹമ്മദ് നുണ പറയാൻ പറഞ്ഞതും കുതന്ത്രം ഉണ്ടാക്കി അള്ളാഹു പാവപ്പെട്ട നാടുകൾ നശിപ്പിക്കുന്നതിനൊക്കെ കുറിച്ച് നമ്മുടെ ജാമിദ ടീച്ചറുടെ അഭിപ്രായം കൂടെ കേൾക്കണം. അതുകൊണ്ട് അവര് കേൾക്കണ്ട. അവര് ടീച്ചറിനോട് ബ്ലോക്ക് ചെയ്തോന്ന് അറിയാമല്ലോ, കോൾ ചെയ്ത് ശല്യം ചെയ്തോന്ന് അറിയാമല്ലോ. അത് പറഞ്ഞാട്ടെ, ടീച്ചറോട് സംസാരിച്ചാട്ടെ. അല്ല, ഞാനേ ഒരു ലൈവ് ഇടാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻ നടന്നതുകൊണ്ട് ഞാൻ കയറിയതാ. നമ്മുടെ ബാസിൽ ഉണ്ടല്ലോ, ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇപ്പൊ വല്ലാതെ വൈറലായിട്ടുണ്ട്. ഒരു റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ ഒരു പെൺകുട്ടിയെ അല്ല അവര് രണ്ടുപേരും കൂടെ, രണ്ടുപേരേ ഉള്ളൂ. അടുപ്പുകുട്ടി 3 പേരില്ല, 2 പേര് ടേബിൾ ടോക്ക് ആണ്. അതായത് ഇവരുടെ തന്നെ ആൾക്കാരാണ്. മറ്റേ പ്രോഗ്രാം, അതായത് നമ്മൾ തന്നെ ക്യാമറ വെച്ചിട്ട് 2 പേര് തമ്മിൽ സംസാരിക്കുന്നത് പോലെ, ഞാനും ആരിഫ് ഒരുമിച്ചിരുന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെ. അപ്പോ പിന്നെ ഓഡിയൻസ് ചോദ്യം ചോദിക്കുവാണ്. അപ്പൊ ആദ്യം ഇവർ 2 പേരും ഇരുന്ന് ഇവരൊരിക്കലും അപ്രതീക്ഷിതമായിട്ട് ഒരു ചോദ്യം ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നും വരുന്നു. അപ്പോ പെട്ടെന്ന് തന്നെ വൈകാരികമായിട്ട് ഈ ബാസിൽ ഇടപെടുന്നതിന് മുമ്പ് തന്നെ ആളിങ്ങോട്ട് വന്നിട്ട്, ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടാൽ ആ പെൺകുട്ടിക്ക് നാളെ മരിച്ചു കഴിഞ്ഞാൽ നീതി കിട്ടും, അപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ടവന് ശിക്ഷയും കിട്ടും, അതിലൂടെ നമുക്ക് പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ടെന്നൊക്കെ വല്ലാതെ വൈകാരികമായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ ആ വീഡിയോ, ആ ലിങ്ക് ഞാൻ ഇട്ട് തരാം. ആരെങ്കിലും ഒരാൾ ആ നമ്പർ തന്നാൽ ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. കാരണം ഞാൻ ആ ഫോണിൽ തന്നെയാണ് ക്ലബ് ഹൗസ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ ചാക്കോ പാസ്റ്റർ നമ്പർ തന്നാൽ ഞാൻ ആ വീഡിയോ ഇട്ട് തരാം. വേറെ ഏതെങ്കിലും ഒരു ഫോണിൽ ഇട്ടിട്ടോ അതൊന്ന് കേൾപ്പിച്ചാൽ മതി. നമ്മളതൊന്ന് കേൾക്കേണ്ട വിഷയമാണ്. എനിക്ക് അത് ഇടാൻ വലിയ ഐഡിയ ഇല്ല. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ട്
മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ഓക്കെ. അതിലെടുത്തിട്ട് ആ ചാറ്റില് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. ഞാൻ ഇതിനകത്ത് ചാറ്റിൽ തന്നെ ഇട്ടാ കിട്ടൂലേ? ടീച്ചറെ ലെങ്ത് ഉണ്ട്. ഇല്ല ചെറുതാണ്. നോക്കിക്കേ, ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. ഓക്കെ, ഇങ്ങനെ പറ്റും. വേറെ ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതൊന്ന് പ്ലേ ചെയ്യും. വളരെ രസകരമാണത്. ഒരു പയ്യനെടുത്ത് റിയാക്ട് ചെയ്യുന്നതാ. ആനന്ദ് ബ്രദർ, ആനന്ദ് ഞാൻ മേളിലിട്ടിട്ടുണ്ട്. വളരെ രസകരമാണ്. അതായത് ഇവരുടെ ഒരു അഭിപ്രായം നോക്കണം. ഇപ്പോ ബ്രദറെ, നമ്മുടെ വീട്ടിൽ ഒരാൾ കള്ളം കയറുമെന്നും അടുത്ത വീട്ടിലെ ഒരാൾ മനസ്സിലാക്കുന്നെങ്കിൽ അത് അയാൾക്ക് തടയാൻ പറ്റിയെങ്കിലല്ലേ അയാൾക്ക് നേരത്തെ അറിയാം എന്നതിൽ എന്തെങ്കിലും നമുക്കൊരു ഗുണമുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, അടുത്ത വീട്ടില് ഒരു വിഭാഗം ആളുകൾ, 4-5 പേര് മാരകായുധങ്ങളുമായിട്ട് കയറി പോകുന്നുണ്ട്. അവിടെ കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, അവിടെ വൃദ്ധരായിട്ടുള്ള ആളുകളുണ്ട്, രോഗികളുണ്ട്, ഗർഭിണികളുണ്ട്. അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ഇവര് കൊല്ലാനാണ് പോകുന്നത്, മോഷ്ടിക്കാനാണ്, കൊള്ളയടിക്കാനാണ് എന്ന് നമുക്കറിയാം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ആരെങ്കിലും ആളെ കൂട്ടാനോ അതല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവരെ ഒന്ന് തടസ്സപ്പെടുത്താനോ പോലീസിൽ ഇൻഫോം ചെയ്യാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് അറിയാമെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് ഞാൻ ചോദിക്കാം. അപ്പോൾ അത് റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി റേപ്പ് ചെയ്യുമെന്ന് പഠിച്ചവനറിയാം. നേരത്തെ തന്നെ അള്ളാഹു അത് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന സംഗതിയാണ്. റേപ്പ് ചെയ്യാൻ ഒരാളെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഒരാള് റേപ്പ് ചെയ്യപ്പെടാനും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നീട് അള്ളാഹു മരിച്ചു കഴിഞ്ഞിട്ട് റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് നീതി കൊടുക്കുമെന്നാണ് പറയുന്നത്. അതിനയാൾ പറയുന്നത് ടെസ്റ്റ് ഓഫ് ഗോഡ്, അതല്ലെങ്കിൽ എക്സ്പെരിമെന്റ്, അള്ളാഹുവിന്റെ പരീക്ഷണം, അള്ളാഹുവിന്റെ ടെസ്റ്റ് ഡോസ്, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോ തലയ്ക്കകത്ത് ആളുതാമസമുള്ള ഏതൊരു മനുഷ്യനും അള്ളാഹുവിന്റെ ഇത്തരം രീതികൾ, അതായത് ഒരു ക്രൂരതയെ പോലും എതിർക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ക്രൂരത നേരത്തെ തന്നെ അയാളുടെ തലയിലേക്ക് ക്രിയേറ്റ് ചെയ്തു കൊടുക്കുന്ന ഒരു സൈക്കോ പടച്ചു. ആ സൈക്കോ പടച്ചോനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിനകത്ത്. അതായത് ഒരു മനുഷ്യൻ മാതാവിന്റെ ഗർഭാശയത്തിൽ ജന്മമെടുത്ത് 4 മാസവും 10 ദിവസവും ആകുമ്പോഴേക്ക് ഗർഭാശയത്തിലേക്ക് ഒരു മലക്കിനെ പറഞ്ഞു വിടുക. എന്നിട്ട് 4 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ട് രേഖപ്പെടുത്തപ്പെടുന്നതാ. മോളെ, 4ാമത്തെ വയസ്സിൽ അതല്ലെങ്കിൽ 5ാമത്തെ വയസ്സിൽ നീ ക്രൂരമായി പീഡിപ്പിക്കപ്പെടും. ആ സമയത്ത് നിന്നെ ബലാത്കാരം ചെയ്യുന്നവൻ വായും മൂക്കും ഒക്കെ പൊത്തിപ്പിടിച്ച് ശ്വാസം എടുക്കാൻ പറ്റാതെ നീ പിടഞ്ഞു മരിക്കുമെന്ന് നേരത്തെ തന്നെ അള്ളാഹു ഫോം ചെയ്തു വെച്ചിരിക്കുവാണ്. അപ്പോ ലോകത്ത് നടക്കുന്ന മുഴുവൻ ദുരന്തങ്ങളും ക്രൂരതകളും, അതായത് ബലാത്കാരമായിരുന്നാലും, ഇപ്പൊ നമ്മുടെ പാസ്റ്റർ ഹിറ്റ്ലറിന്റെ വിഷയം പറഞ്ഞല്ലോ, ഇതെല്ലാം അള്ളാഹു നേരത്തെ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വസ്തുതയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇരയ്ക്ക് പിന്നീട് നീതി ലഭിക്കുമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പൊ പടച്ചോൻ എന്ന ഒരു സൃഷ്ടാവിന്റെ അസ്തിത്വത്തെക്കുറിച്ചും നീതിബോധത്തെക്കുറിച്ചും വലിയ രൂപത്തിൽ നമ്മളെ പോലെ ഉള്ളവർ ഇവിടെ നിന്ന് സംസാരിക്കത്തില്ലേ? കുറ്റകൃത്യങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനമായിട്ടാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. ഖൈറും ഷർറും കുല്ലും മിൻ ഇൻദി റബ്ബി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാൻ കാര്യത്തിൽ അവസാനത്തേതാണത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മ തിന്മകളെല്ലാം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്കനുസരിച്ചിട്ടാണ്, അള്ളാഹുവിന്റെ ഖലായും ഖദറും അനുസരിച്ചിട്ടാണ് എന്ന് വിശ്വസിക്കണം. അങ്ങനെ വരുമ്പോൾ കുറ്റവാളിയെ സഹായിക്കുന്നതിനും ഇരയെ അവഗണിക്കുന്നതിനും തുല്യമാണ് എന്നാണ് ഞാൻ ഇതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യന്റെ ഇടപെടലുകൾ ഇവിടെ വലിയ രൂപത്തിൽ പ്രസക്തിയുണ്ട്. നമ്മളാണെങ്കിൽ അതിനെ തടയാൻ ശ്രമിക്കും. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോഴേക്ക് ഒരു ജീവി എതിരെ ചാടിയാൽ പോലും നമ്മൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടും, കാരണം ആ ജീവിക്കൊന്നും സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ എല്ലാം പടച്ചോന്റെ തലയിൽ കെട്ടിവെക്കുന്നതിൽ അർത്ഥമില്ല എന്ന ഒരു ചിന്താഗതി ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വെക്കുമ്പോൾ അള്ളാഹു പറയുവാണ്, ഇത് ഞാനാണ് ചെയ്യുന്നത്, ഇത് ഞാൻ നേരത്തെ രേഖപ്പെടുത്തി വെക്കുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞാൻ അറിയാതെ ഒരു പഴുത്ത ഇല പോലും അനങ്ങില്ല, അള്ളാഹു പറയുകയാണിത്. അപ്പോ പടച്ചോൻ സർവശക്തനാണെങ്കിൽ, അദൃശ്യജ്ഞാനിയാണെങ്കിൽ എന്തിനാണ് ഈ തിന്മകൾ അനുവദിച്ചു കൊടുക്കുന്നു? മുഹമ്മദിനെ പോലെയുള്ള പീഡോഫീലുകളെ സൃഷ്ടിച്ചിട്ട് ലോകത്തിന് മുഴുവനും മാതൃകയാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കാം.
അയാളുടെ എന്തെങ്കിലും ഒരു മാതൃക ഈ കാലഘട്ടത്തിൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇരുന്നിട്ട് നമുക്ക് പിൻപറ്റാൻ പറ്റുമോ? ഇനിയിപ്പോ സർക്കാർ കണ്ടുപിടിക്കുമെങ്കിൽ പോട്ടെ, കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും മനസാക്ഷിയുള്ള ഒരാൾക്ക് അയാൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ന്യായീകരിക്കാനോ പറ്റുമോ? അപ്പോൾ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോ ചാക്കോ പാസ്റ്റർ പറഞ്ഞു അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് 45 കോളുകൾ വന്നെന്ന്. അപ്പൊ എന്റെയൊക്കെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കേ. ഞാനൊക്കെ എല്ലാം ഇങ്ങോട്ടുള്ള ഇൻകമിങ് കോളുകളെല്ലാം ബാറാക്കി ഇട്ടിട്ടാണ് നടക്കുന്നത് തന്നെ. കാരണം അത്രമാത്രം തെറിവിളികളാ വരുന്നത്. ഇതൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ബാസിലിനെ പോലെ ഈ പേരിന്റെ മുമ്പിൽ ഒരു DR ഉള്ള ഒരാള് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് റേപ്പ് ചെയ്തതിനെ ന്യായീകരിക്കുന്നു. അള്ളാഹു പിന്നീട് എന്തോ ബിരിയാണി കൊടുക്കുമത്രേ, മന്തി ബിരിയാണി കൊടുക്കുമെന്ന് ആ പെൺകുട്ടിക്ക്. ആ പെൺകുട്ടി ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് നീതിയാണ് ആ പെൺകുട്ടിക്ക് ഇവിടെ മാതാപിതാക്കളോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം, സഹപാഠികളോടൊപ്പം, നാട്ടുകാരോടൊപ്പം സുഖസുന്ദരമായിട്ട് ജീവിക്കാനുള്ള അതിന്റെ മാനസികമായിട്ടുള്ള സന്തോഷവും അതിന്റെ എല്ലാ രൂപത്തിലുള്ള അതിന് ലഭിക്കേണ്ടുന്ന നീതിയും നിഷേധിക്കപ്പെട്ടിട്ട് പരലോകത്തെന്തോ അതിനുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഗൗരവമേറിയ ഒരു വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ പോലും, ഈ മോഡേൺ യുഗത്തിൽ, ഇന്റർനെറ്റ് യുഗത്തിൽ, ഈ ജെമിനി യുഗത്തിൽ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഉളുപ്പില്ലാതെ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയെ അള്ളാഹു പരീക്ഷിക്കാനാണ് എന്ന് പറയുമ്പോൾ എന്തോ പരീക്ഷിക്കാനാണ്? എല്ലാം അറിയുന്ന പടച്ചോന്. അപ്പോ ഒരു വ്യക്തിക്ക് ഒരുപാട് ഇത്തരം ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നീതി എന്ന വാക്കിന് എന്തർത്ഥമാണുള്ളത്? 5 വയസ്സും 10 മാസവും പ്രായമായ ആയിഷ ക്രൂരമായി ബലാത്കാരത്തിനിരയായി. അതിന്റെ ബാല്യവും ശൈശവവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ നഷ്ടപ്പെട്ടു. ഒടുവില് നമ്മുടെ ഉമറിന്റെ കൊട്ടാരത്തിൽ കയറിയിറങ്ങിയ അബൂബക്കറിനെയും ഉമറിനെയും ശപിച്ചും തെറിവിളിച്ചും 47 വർഷമാണ് അത് ദാരിദ്ര്യത്തിന്റെ ഭാണ്ഡവും പേര് ജീവിക്കേണ്ടി വന്നത്. ആ സ്ത്രീക്ക് പിന്നീട് എവിടെയാ നീതി കിട്ടേണ്ടത്? അതിന്റെ ഈ ലോകത്തുള്ള സകലതും നഷ്ടപ്പെട്ടു പോയി. അതിന്റെ എല്ലാ ആസ്വാദനങ്ങളും പോയി. അപ്പോ നീതി എന്ന് പറയുന്നത് ജീവനുള്ളവർക്ക് വേണ്ടിയാണ്. നമ്മൾ പലപ്പോഴും പറയും ഒരാള് ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടാൽ അവർക്ക് നീതി. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ചെയ്തവന് ശിക്ഷ കിട്ടണം. അതല്ലാതെ ഇത്രയും ക്രൂരത അനുഭവിച്ച് കൊല്ലപ്പെട്ട ഒരാൾക്ക് ഇനി നീതിയൊന്നുമില്ല. നമ്മുടെ നിയമവ്യവസ്ഥകളും സാമൂഹിക വ്യവസ്ഥകളും അടിസ്ഥാനപരമായി നിലനിൽക്കുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇപ്പോ പലരും വന്നിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്, അനക്ക് മരിക്കണ്ടേ? നമുക്ക് ജീവിക്കുകയാണ് വേണ്ടത്. ബലാത്കാരം പോലെയുള്ള കുറ്റകൃത്യങ്ങളില് ഇരയ്ക്ക് നീതി ലഭിക്കുക എന്ന് പറയുന്നത് പ്രതിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിലൂടെ ഇനിയും ഇതുപോലെ ഒരു ഇരയുണ്ടാകാതെ സൂക്ഷിക്കുക. ഇനിയും ഇതുപോലെയുള്ള വേട്ടക്കാർക്ക് ശിക്ഷ കൊടുക്കും, അതല്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്ന ഒരു ബോധം സമൂഹത്തിൽ ഉണ്ടാക്കുക. കാരണം ഇരയ്ക്ക് ലഭിച്ച ആഘാതത്തിന് പരിഹാരമാകുന്നില്ല ഇതൊന്നും. കുറ്റവാളിക്ക് ശിക്ഷ ലഭിക്കുന്നത് സമൂഹത്തിന് ഒരു വലിയ സന്ദേശവും കൂടി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ലാതെ പോകുന്നത്. അപ്പൊ പല മതപരമായ ദർശനങ്ങളും പറയുന്നത് ഈ ലോകത്ത് ലഭിക്കാത്ത നീതി, പ്രത്യേകിച്ച് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് മരണശേഷം ലഭിക്കുമെന്നാണ്. ചെയ്ത തെറ്റുകൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ മരണാനന്തര ജീവിതത്തിൽ ലഭിക്കുമെന്ന വിശ്വാസം ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആശ്വാസമാകാറുണ്ട്. അവന് പിന്നീട് കിട്ടിക്കൊള്ളൂല്ലോ. ഇപ്പോ KT ജലീലിന്റെ തലയ്ക്ക് പകരം ആടിന്റെ തല അറുത്തെടുത്ത് ലീഗുകാർ പബ്ലിക്കിൽ സമരം ചെയ്തു. അതേപോലെ വെള്ളാപ്പള്ളിയോട് ചെയ്തപ്പോൾ വെള്ളാപ്പള്ളി മിണ്ടാതിരുന്നോ? വെള്ളാപ്പള്ളിയുടെ ആൾക്കാർ മിണ്ടാതിരുന്നോ? അവര് പൊതുനിരത്തിലിറങ്ങി, കാരണം അവർ പരലോകത്തിൽ വിശ്വസിക്കുന്നവരല്ല. KT ജലീൽ പറഞ്ഞത് അവരെന്നോട് ചെയ്യുന്നതിനൊക്കെ പഠിച്ചാൽ അവരോട് ചോദിച്ചോളൂ, ശരി മിണ്ടാതിരുന്നു. വെള്ളാപ്പള്ളിക്ക് അങ്ങനെയുള്ള പരലോക വിശ്വാസമില്ല. അവിടെ ലഭിക്കേണ്ടത് അവിടെ അവർക്ക് കിട്ടാതിരിക്കുക ചെയ്തോട്ടെ, ഇവിടെ കൊടുക്കേണ്ടത് കൊടുക്കണം. അങ്ങനെയാണ് പാണക്കാട് തങ്ങളുടെ ചിത്രം കത്തിച്ചിട്ട് പ്രതീകാത്മകമായി വലിയൊരു രൂപത്തിൽ പ്രതിഷേധം നടന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കാണ് ഇതൊക്കെ കിട്ടേണ്ടത്. ഇത് ഒരു വിഭാഗം ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന ചില പ്രസ്താവനകൾ മാത്രമാണ്. ഈ ലോകത്തെ ജീവിതത്തിൽ മാത്രം വിശ്വസിക്കുന്ന നീതി ഈ ഭൂമുഖത്ത് തന്നെ നടപ്പിലാക്കണം എന്ന് അർഹിക്കുന്ന ആളുകളാണ് പലരും. അപ്പോൾ സാമൂഹികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഇരയ്ക്ക് റേപ്പ് ചെയ്യുക എന്നത് ഒരു മനുഷ്യന്റെ, ഇപ്പം സൗമ്യയുടെ വിഷയത്തിൽ ഗോവിന്ദചാമിയുടെ തലച്ചോറിൽ അള്ളാഹു എഴുതി വെച്ചതാ. ഈ സൗമ്യ ക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെടുന്നത് കണ്ട് സിംഹാസനത്തിൽ ഇരുന്ന് ആസ്വദിക്കുന്ന ഒരു പടച്ചോനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മരിച്ചു കഴിഞ്ഞ സൗമ്യക്കിന് എന്ത് നീതി കിട്ടാനാ? അപ്പോ അതിലുപരി ജീവിച്ചിരിക്കുന്നവരും സമൂഹവും ഇത്തരം ഒരു കുറ്റകൃത്യം നടക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നു എന്നതിനൊരു പ്രസക്തിയുണ്ട്. കാരണം ഞാൻ ഇതും കൂടി പറയാം, മദ്രസകളിൽ
കുഞ്ഞു മക്കളെ ബലാത്കാരം ചെയ്യപ്പെടുമ്പോൾ അവന്മാര് വിശ്വസിക്കുന്നത് എന്താ? ഉസ്താദുമാര് പടച്ചവനോട് തൗബ ചെയ്താൽ മതി. തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഒഴികെ ഉമ്മയെ ഭോഗിച്ചാലും ശരി പുറത്തു കൊടുക്കുന്ന ഒരു പടച്ചവനുണ്ട് എന്ന. അപ്പോ ഇരയ്ക്കു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ എങ്ങനെ നടത്തുന്നു എന്നതിലൂടെയാണ് നീതിയുടെ പ്രായോഗികത തെളിയിക്കപ്പെടുന്നത്. ഇപ്പൊ റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിക്ക് മരിച്ചു കഴിഞ്ഞാല് അവൾക്കിനി 72 ഹൂറന്മാരെ കിട്ടിയിട്ട് എന്ത് കാര്യം ആ പെൺകുട്ടിക്ക്? അപ്പൊ പൂർണ്ണമായും ഒരു വ്യക്തിയുടെ വിശ്വാസത്തെയും കാഴ്ചപ്പാടിനെയുമാണ് ഇത് ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പോ ബാസിലിനെ സംബന്ധിച്ചിടത്തോളം റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി ശരി, അത് പരലോകത്ത് കിട്ടിക്കോളും. നമുക്ക് തരുന്ന സന്ദേശം എന്താ? പടച്ചോനോട് തൗബ ചെയ്താൽ മതി, പശ്ചാത്തപിച്ചാൽ മതി, അതല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ദാനധർമ്മങ്ങളൊക്കെ ചെയ്താൽ മതി. പടച്ചോൻ എത്രയോ കാരുണ്യമുള്ളവനാണ്, എത്രയോ പൊറുക്കുന്നവനാണ്. എത്ര വലിയ പാപം ചെയ്താലും കുഴപ്പമില്ല. കാരണം 1000 പേരുടെ തലയെരിഞ്ഞാലും പ്രവാചകൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പ്രവാചകൻ റേപ്പിസ്റ്റ് ആണെങ്കിൽ പ്രവാചകൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് തന്നെയല്ലേ പറയൂ. ഒരാൾ ക്രൂരമായ രൂപത്തിൽ, നിന്ദ്യമായ രൂപത്തിൽ, അപഹാസ്യമായ രൂപത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നമ്മളെയൊക്കെ വന്ന് തെറി വിളിക്കുമ്പോൾ ഹുസൈൻ സലഫി എന്ന് പറയാണ്, കുഴപ്പമൊന്നുമില്ല, അബൂബക്കർ ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് പ്രവാചകന്റെ സാന്നിധ്യത്തിൽ. അപ്പൊ ഇതുപോലെ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇരയോടുള്ള നീതി എന്നത് പ്രതി ശിക്ഷിക്കപ്പെടുന്നതിലും ഇനി ഒരു പെൺകുട്ടി കൂടി ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരുത്താതിരിക്കാനുമുള്ള സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോ നമ്മുടെ റഹീം സൗദി അറേബ്യയിൽ ചെന്നിട്ട് 15 വയസ്സുകാരനായിട്ടുള്ള അനസ് എന്ന് പറയുന്ന ഒരു പയ്യനെ അടിച്ചു കൊന്നു. FIR-ലുള്ളതാ, കുറ്റപത്രത്തിലുള്ളത്. അടിച്ചു കൊന്നു എന്ന പദം തന്നെയാണ്. അത് അവൻ കോടതിയിൽ സമ്മതിക്കുകയും ചെയ്ത വസ്തുതയാണ്. അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ രൂപത്തിൽ ഒരു പിരിവിടുന്നു. 100 കോടി രൂപ പിരിക്കുന്നു. 64 കോടിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഒടുവിൽ 100 കോടി പിരിച്ചു എന്നാണ് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത്. അപ്പൊ ഈ 100 കോടി രൂപ കൊടുത്ത് റഹീമിനെ ഊരിയെടുക്കുന്നതിലൂടെ ഈ മരിച്ച കുട്ടി, ഈ കുട്ടിയുടെ നീതി നിഷേധിക്കപ്പെട്ടില്ലേ? റഹീം ഏതെങ്കിലും രൂപത്തിൽ ശിക്ഷിക്കപ്പെട്ടോ? 20 വർഷം മോൻ തടവിൽ കിടന്നിട്ടുണ്ടാവാം. എന്നിട്ട് അവൻ ഇത്രയും രൂപയും കൊടുത്ത് തിരിച്ചിറക്കി കൊണ്ടുവരുന്നു. നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു വൈദേശികൻ വന്നിട്ട് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഇങ്ങനെ ഒരാളെ കൊല്ലുകയോ മറ്റോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ രാജ്യം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും എതിർപ്പ് പ്രകടിപ്പിക്കില്ലേ? അപ്പൊ ഇതുപോലെയുള്ള നീതിയാണ് ഇസ്ലാമിന്റെ നീതിയെങ്കിൽ നമുക്കൊരു കാലത്തും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇത് നേരത്തെ പടച്ചവന്റെ ഖലാണ്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആ വചനമാണ് ഈ ബാസിലിന്റെ അടുത്തിരിക്കുന്ന ഉസ്താദ് പബ്ലിക്കിനോട് വളരെ വയലന്റ് ആയിട്ട് പറയുന്നത്. അതാണ് ഇതിനകത്ത് വയലൻസ് അല്ല വേണ്ടത്. അതൊന്നും കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. പ്രകോപനപരമായ രൂപത്തിലുള്ള മറുപടി അല്ല വേണ്ടത്. അപ്പൊ അള്ളാഹു മരണവും ജനനവും സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണത്രേ. എന്തോന്ന് പണിയിച്ചിക്കാന്? നമ്മൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ ഒരേ ടീച്ചറാണ് നമ്മളെ പഠിപ്പിച്ചത്. 1ാം ക്ലാസ്സിൽ പരീക്ഷയില്ല, 2ാം ക്ലാസ്സിൽ പരീക്ഷയില്ല, 3ാം ക്ലാസ്സിൽ പരീക്ഷയില്ല. എന്തുകൊണ്ട്? ആ കുട്ടിയെ എല്ലാ വിഷയവും പഠിപ്പിക്കുന്നത് ഈ അധ്യാപിക അതല്ലെങ്കിൽ അധ്യാപകനാണ്. അപ്പൊ ആ കുട്ടിയുടെ ഓരോ വിഷയത്തിലെയും പഠന നിലവാരം എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് ആ അധ്യാപികയ്ക്ക് അറിയാം. 4ാം ക്ലാസ് മുതലാണ് ഓരോരോ ടീച്ചർമാർ ഓരോരോ വിഷയം പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനറിയാം ഒരു പരീക്ഷണം കിട്ടിയാൽ അത് ഏത് രൂപത്തിലാണ് അതിനെ അവർ ഓവർകം ചെയ്യുന്നത് എന്ന് അറിയുന്ന പടച്ചോൻ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നതാണ് ഒരു ചോദ്യം. ഓക്കെ, കഴിഞ്ഞോ? ഞാൻ മ്യൂട്ടാക്കി പാസ്റ്ററെ പറഞ്ഞോ. അല്ല, അത് പറഞ്ഞതല്ല ശരിയാണ്. അതായത് ഇസ്ലാമിൽ ഒരു പ്രത്യേക നിയമം ഈ അള്ളാഹു മുഹമ്മദ് കൂടി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പൊതുവേദിയിൽ ഇവർക്ക് പറയാനായിട്ട് അല്പം വൈകല്യം ഉണ്ടാകും. കാരണം അത് മനുഷ്യന്റെ ധാർമ്മികത തകർക്കുന്നതാണ്. അതായത് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷൻ ഇപ്പൊ നിർബന്ധിത അവസ്ഥയിൽ ഒരു പുരുഷൻ എത്തിയ അവന്റെ ദീന ഉയരുകയാണ്, ദീൻ പൊങ്ങുകയും അവര് വല്ലാത്തൊരു അന്തരീക്ഷത്തിലാകുകയും ചെയ്താൽ അവരൊരു പെണ്ണിനെ റേപ്പ് ചെയ്യാന്നുള്ളതായ പ്രമാണമുണ്ട്. അത് പാവമല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിർബന്ധിതാവസ്ഥ എന്ന് ഇവർ അതിന് കൊടുത്തിരിക്കുന്ന ഓമനക്കേട്. അപ്പൊ നിർബന്ധിതാവസ്ഥയിൽ ഒരു പുരുഷന് വ്യഭിചരിക്കാം, ഒരു സ്ത്രീക്കും വ്യഭിചരിക്കാം. അവിടെ തെറ്റില്ല. എന്റെ മതത്തിൽ ഞാൻ അത് അനുവദിച്ചിരിക്കുന്നു പറയുന്ന ഹദീസുണ്ട്. അപ്പൊ ഇതിലൊന്നും അങ്ങ് ഖിയാമത്ത് നാളിലോ അതിന് ശേഷമോ പ്രതിഫലം ഒന്നും കൊടുക്കാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് അസംബന്ധമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് ഒരു പ്രതിഫലവും ഇസ്ലാമിക സ്വർഗത്തിൽ കൊടുക്കാന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങോട്ട് കയറ്റിയിട്ട് വേണ്ടേ? ഞാൻ നരകത്തെ കണ്ടു, അതിൽ പ്രവേശിക്കുന്ന ഭൂരിപക്ഷവും സ്ത്രീകളായി എന്ന് പറയുന്ന ഹദീസുകൾ 1 2 ഡസൻ കണക്കിന് അടങ്ങുമ്പോഴത്തേന് അവിടെ ചെന്നൊരു അന്തം ചെയ്യാനായിട്ടുള്ള
ഈ സ്ത്രീകൾ മുഴുവനും നരകത്തിൽ കൊണ്ട് തള്ളാൻ പോയതിനെ. അവ റേപ്പ് ചെയ്യപ്പെട്ടതായ സ്ത്രീകൾക്ക് ഈ ഭൂമിയിൽ വെച്ച് നീതി നടപ്പിലാക്കി കൊടുക്കുന്നല്ലാതെ അള്ളാന്റെ പരലോകത്തും കിട്ടത്തില്ല. ഒന്ന്. രണ്ടാമത്, ഒരു പുരുഷൻ അത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തി നിൽക്കുകയും ഒരു സ്ത്രീയെ ലഭിക്കുകയും ചെയ്താൽ അതൊരു നിർബന്ധിതാവസ്ഥയാണെന്നും അത് അവന് അവളെ അനുഭവിക്കാവുന്നു, അത് ബലാത്സംഗം മറ്റൊന്നും അല്ല എന്നുമാണ് അള്ളാന്റെ ഹദീസ്. ഇഷ്ടംപോലെ സാധനം കിടപ്പുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഒരു വിഷയം ഇവർക്ക് കിടപ്പുണ്ട്. നിർബന്ധിതാവസ്ഥയിൽ ഏത് ഹീനമായ കാര്യങ്ങളും ചെയ്യാം. ഇതിനെ ഒരു മതം എന്ന് പറയാനൊക്കത്തില്ല. ഒരു മതത്തിന് അതിൻ്റെതായ കുറെ ധാർമ്മിക വ്യവസ്ഥയൊക്കെ ഇല്ലയോ? ഒരു മതം എന്ന് പറയുന്നത് ഇതിനൊരു മതമല്ല, ഇത് പ്രത്യേക ഐഡിയോളജിയാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇതിനകത്ത് ധാർമ്മികതയില്ല, മാനവികതയില്ല, സംസ്കാരമില്ല. ആധുനിക ലോകത്ത് ഇതിനെക്കുറിച്ച്, ആധുനിക ലോകത്ത് അതായത് ഇവരെഴുതി വെച്ചിരിക്കുന്നതായ ഇവരുടെ പ്രമാണങ്ങൾ ഈ ക്ലബ് ഹൗസിന് വായിക്കാൻ കൊള്ളത്തില്ല. ഞാൻ അത്ര പറയുന്നത്. ഇപ്പൊ ഇവര് തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനം, പ്രസാധകരുടെ പേര്, പിന്നെ എഴുത്തുകാരന്റെ പേര്, ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞ് ഒരു ഗ്രന്ഥമല്ലേ, വായിച്ചാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എനിക്ക് വായിക്കാൻ ഒക്കത്തില്ല. എന്റെ ധാർമ്മികത അനുവദിക്കുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പഠിച്ചാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. ഈ പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശത്ത് നിന്നും ആയിരക്കണക്കിന് പിള്ളേര് 90ന്റെ അവസാന സമയത്ത് മദ്രസ വിദ്യാർത്ഥികൾ, പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളാണ് ഈ താലിബാൻ ഗുണ്ടകളായിട്ട് രൂപാന്തരപ്പെട്ടത്. മനസ്സിലായി? ഈ മദ്രസ പ്രൊഡക്റ്റുകളാണ് പിൽക്കാലത്ത് ലോകത്തിന് ഭീഷണിയായിട്ടിരുന്നത്. അവരെയാണ് ഇതെല്ലാം പഠിപ്പിച്ചു വെക്കുന്നത്. അപ്പം സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതും പുരുഷൻ വ്യഭിചരിക്കുന്നതും ഒരുത്തൻ മദ്യപിക്കുന്നതും എന്ന് വേണ്ട, ഈ നമ്മൾ ഈ പാപം എന്ന് പറയുന്നതായ വിഷയങ്ങളൊക്കെ തന്നെ ഒരു മുസൽമാനെ സംബന്ധിച്ച് നിർബന്ധിത അവസ്ഥയിൽ അവൻ അനുഭവിക്കാവുന്ന അതിനായത്തുണ്ടല്ലോ. ശവം, രക്തം, പന്നിമാംസം അള്ളാഹുവിന്റെ നാമത്തിൽ അല്ലാതെ അറുക്കപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ വിശപ്പ് നിമിത്തം ഒരുവന് അത് ഭക്ഷിക്കാൻ നിർബന്ധിതാവസ്ഥയിൽ എത്തിയാൽ അവരത് ഭക്ഷിക്കാതെ താഴെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ തിന്നരുത്. രക്തവും പന്നിമാംസവും ശവവും ഒന്നും തിന്നരുത്. നിർബന്ധിതാവസ്ഥയിൽ തിന്നാവുന്നു. എന്തൊരു മണങ്കുളാച്ചലാണ് ഈ അള്ളാഹു. ഇതാണ് പ്രമാണം എന്ന് പറയുന്നത്. ഇവിടെ തിന്നരുത്. മുഹമ്മദ് തന്നെ ശവം തിന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതരം ഐഡിയോളജിക്കകത്താണ് ഇതുങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് ഒരു ബാസന്മാരെ കൊണ്ടും ഒരുത്തിനെ കൊണ്ട് ഇതിനെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. ഇത് കൂടുതൽ സംസാരിക്കുന്നിടത്തോളം കാലം ഇപ്പൊ ജന്യകരിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ നിന്ന് വായിച്ചാൽ ഇതിനകത്തിരുന്ന് ഒറ്റ മുസൽമാനും നിസ്കരിക്കാൻ പോകുന്നില്ല. അതായത് മുസൽമാന് നിസ്കാരത്തിന്റെ ദീനുമായിട്ടുള്ള ബന്ധം വേരോടെ അറുത്ത് കളയുന്നതായ കാര്യം ഞാനിപ്പോ വായിച്ചു കേൾപ്പിക്കാം. താങ്കൾക്ക് അല്പം ബുദ്ധി, ഒരു 4ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ ചിന്തിക്കട്ടെ, ഇതാണോ അള്ളാഹു? ഇതാണോ ദീന്? കുന്തപ്പുരാന്റെ അടുത്ത് ദൂരെ കളഞ്ഞിട്ട് പോകും താങ്കൾ. ഞാനതുകൊണ്ട് വായിക്കുന്നില്ല. നിങ്ങളുടെ മതപുസ്തകങ്ങൾ വായിച്ചാൽ മതി, നിങ്ങൾ തകർന്നു പോകും. നിങ്ങളുടെ മതപുസ്തകങ്ങൾ തന്നെയാണ് ഈ മതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാക്കിയത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കൾ ദയവായിട്ട് ഞങ്ങളിവിടെ പറയുന്നതായ കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കുക. ഞങ്ങൾ ശുപാർശ ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങളൊന്ന് ദയവായിട്ട് പരിശോധിക്കുക. ഇത് വെറുതെ പറയുന്നതാണോ, അതിനകത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഞങ്ങളല്ല, നിങ്ങളുടെ ആളുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരുത്തിന് എഴുതി വെച്ചിരിക്കുകയാണ് സ്വന്തം ഉമ്മയെ നിക്കാഹ് കഴിക്കുകയാണ്. അലി പറഞ്ഞു കൊടുത്ത അലി 4ാം ഖലീഫ അലിയിൽ നിന്ന് ഒരു ഹദീസ് ഉണ്ട്, മകളെ നിക്കാഹ് കഴിച്ചുകൊള്ളാൻ. ഒരുത്തിന് കൊടുക്കുക ഉപദേശം. അവന്റെ ഭാര്യ മരിച്ചു പോയി, അവൻ വിഷമിക്കുക. നീ എന്താണ് വിഷമിക്കുക? എന്റെ ഭാര്യ മരിച്ചു. നിനക്ക് പെമ്പിള്ളാറുണ്ടോ? കൊണ്ടൊരുത്തിയുണ്ട്. അവളെ തായ്ഫിലാണ്. തായ്ഫിലാണോ? അവളെ നിക്കാഹ് കഴിച്ചോളൂ. നിക്കാഹ് കഴിക്കണമെന്നല്ല പറഞ്ഞ. എടാ നിന്റെ സംരക്ഷണത്തിലല്ല, അവൻ തായ്ഫിലല്ലേ എന്ന് പറഞ്ഞാൽ ഇവൻ ഇവിടെ ഒരു സ്ഥലത്ത് കോട്ടയ്ക്ക് താമസിക്കുന്നു. ഇവന്റെ കൊച്ചി വേങ്ങര താമസിക്കുന്നു. വേങ്ങര കോട്ടയം ഇവിടെ എത്ര ഡിസ്റ്റൻസ് കാണും? ഒരു 10-20 കിലോമീറ്റർ കാണും, 15 കിലോമീറ്റർ കാണും. അപ്പൊ കോട്ടയ്ക്ക് താമസിക്കുന്ന അബ്ദുറഹ്മാന്റെ പെൺകുട്ടി മകള് വേങ്ങരയിലാണ് താമസിക്കുന്നതെങ്കിൽ അവളെ നിക്കാഹ് കഴിച്ചോളാൻ. കാരണം അവള് നിന്റെ കൂടെ അല്ല. എന്ത് മതമാണ് സ്വന്തം മകളെ നിക്കാഹ് കഴിക്കാന്ന് പറയുന്നതായ? അതുപോലെ ഉപ്പാന്റെ ഭാര്യയെ, ഉമ്മയെ നിക്കാഹ് കഴിക്കാന്ന് പറയുന്ന പ്രമാണം എന്ത് മതമായിരിക്കും? അതുകൊണ്ട് ഇതൊക്കെ ഇവിടുന്ന് വായിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ മുസൽമാനും ഈ ദീനുമായിട്ട് മുന്നോട്ട് പോകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ ഇപ്പൊ മുഖ്യധാരയിൽ നിന്നതായ അല്ലെങ്കിൽ മുന്നണി പോരാളികളായി നിന്നതായ ഡിബേറ്റേഴ്സ് ഒക്കെ എവിടെ പോയി? എന്തിയേ? ഈ സംവാദകരൊക്കെ എവിടെ പോയി? നമ്മുടെ ക്ലബ് ഹൗസിന്റെ പ്രാരംഭ സമയത്ത് കുറെ പേരുണ്ടായിരുന്നു. അവരൊക്കെ എന്തിയേ?
അക്ബർ എവിടെ പോയി? ഈസാ മുഹമ്മദ് എവിടെ പോയി? ഹാരിസ് മദനി എവിടെ പോയി? ഇങ്ങനെ കുറെ ആളുകളൊക്കെ ഉണ്ടല്ലോ. എന്തേ നിങ്ങളൊക്കെ ഇത് പ്രതിരോധത്തിന് വരാത്തത്? അപ്പൊ ഈ മതം തന്നെ ഇതിനെ നശിപ്പിക്കും, യാതൊരു സംശയമില്ല. ഇവിടുത്തെ മതപണ്ഡിതന്മാരിത് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ വിവർത്തനം ചെയ്ത് നാട്ടുകാരെ കൊണ്ട് വായിപ്പിക്കുകയാണ്. നാട്ടുകാരിത് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഇപ്പൊ ഒരു ഇസ്മയിൽ അടയ്ക്കുന്ന എവിടെ നിന്നോ കയറി വന്ന് കുറച്ച് അദ്ദേഹം കേട്ടോണ്ട് അദ്ദേഹത്തിന് മതിയായി പോയി. പിടിച്ചു നിൽക്കുന്നില്ല, ക്ലച്ച് പിടിക്കുന്നില്ല, ഇതിനകത്ത് നിൽക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ധാർമ്മികതയുടെ ലാഞ്ചന ഇല്ലാത്ത, ധാർമ്മികതയുടെ ഏടയിലത്ത് പോലും വരാൻ കഴിവില്ലാത്ത, വരാത്തതായ ഒരു പ്രത്യേക ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്നിട്ട് അത് സമാധാനമാണ്, സമാധാനം, ഇസ്ലാം സമാധാനം, ഇസ്ലാം സമാധാനം എന്ന് പറഞ്ഞിട്ട് ഒരു ലത്തിഭാഗം താഴെ ഇരിക്കും. ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് റിഫ്യൂട്ട് ചെയ്യാൻ താങ്കൾക്ക് മുകളിലോട്ട് വരാം. ഉമ്മയെ നിക്കാ കഴിക്കാം. മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, അല്ല മാതാവിന്റെ സഹോദരി മാതാവിന് തുല്യം ആണോ? ആ സഹോദരിയെ നിക്കാ കഴിക്കാം. മുഹമ്മദിന് കൊടുത്തിരിക്കാം 33-50 വായിച്ചേ. നിന്റെ മാതൃ സഹോദരിയുടെ പുത്രിമാരെയും മാതാവിന്റെ സഹോദരിയുടെ പുത്രിമാരെയും ഇവിടുത്തെ മുഹമ്മദിനെ നിക്കാ കഴിക്കുമോ? പിതാവിന്റെ സഹോദരന്റെ പുത്രിമാരെ, പിതാവിന്റെ സഹോദരന്റെ പുത്രിമാരാണ് പെങ്ങന്മാരല്ലേ? ഇതെല്ലാം മുഹമ്മദിന് കൊടുത്തേക്കുക. അത് തന്നെ ഇവർക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ സ്വന്തം മകളെ നിക്കാ കഴിക്കാം, ഉമ്മയെ നിക്കാ കഴിക്കാം, നിർബന്ധിതാവസ്ഥയിൽ വ്യഭിചരിക്കാം, നിർബന്ധിതാവസ്ഥയിൽ കള്ളു കുടിക്കാതെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല ആഹാരം കഴിക്കുന്നില്ല, അവന്റെ വായിൽ എന്തോ പോയി